നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടി ലയണൽ മെസ്സി കോപ്പ അമേരിക്ക കളിക്കാൻ ഒരുങ്ങുകയാണ്. മുമ്പൊന്നുമില്ലാത്ത വണ്ണം ഇത്തവണ ചാമ്പ്യനായിട്ടാണ് വരുന്നത്. കോപ്പയിലെ നിലവിലെ ചാമ്പ്യൻ മാത്രമല്ല, ലോക ചാമ്പ്യനും കൂടിയായിട്ടാണ് അദ്ദേഹം ഇത്തവണ കോപ്പ അമേരിക്കയ്ക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് പലവട്ടം കോപ്പ അമേരിക്ക കിരീടം അദ്ദേഹത്തിന് തൊട്ടു മുന്നിൽ നഷ്ടമായി, കയ്യെത്തും ദൂരത്ത് നഷ്ടമായി, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നഷ്ടമായി. കിരീടം പോയതിൻ്റെ ആ ഒരു വേദനയിൽ കണ്ണ് കലങ്ങി നിൽക്കുന്ന ലിയോ മെസ്സിയുടെ കാഴ്ച കണ്ട് ചങ്ക് കലങ്ങാത്ത അർജന്റീന ആരാധകരുണ്ടാവില്ല. മെസ്സി തന്നെ ഇനിയില്ല, മതിയാക്കുന്നു എന്ന് പറഞ്ഞ് കോപ്പ അമേരിക്ക സെന്റനാരിയോ കഴിഞ്ഞപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചതും ആരാധകർ മറക്കില്ല. അത്രയധികം അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുള്ളൊരു ടൂർണമെൻ്റാണ്. പക്ഷേ പിന്നെ നമ്മൾ കണ്ടില്ലേ, 2021 കോപ്പ അമേരിക്കയിൽ, 2020 കോപ്പയാണത്, പക്ഷേ കോവിഡ് കാരണം വൈകിപ്പിച്ച് 2021 നടത്തിയത്. ആ കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടുകൊണ്ട് ബ്രസീലിനെ മറക്കാൻ ആ സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കിരീടം ചൂടുമ്പോൾ നായകനായിട്ട് തന്നെ ലിയോ മെസ്സി മുന്നിലുണ്ടായിരുന്നു. ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനവും അദ്ദേഹം നടത്തിയിരുന്നു. 6 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഈ വരുന്നത് 7ാമത്തെ കോപ്പ അമേരിക്കക്കാണ്. മെസ്സിയുടെ ഇതുവരെയുള്ള കോപ്പ അമേരിക്ക ടൂർണമെൻറ്റുകളിലെ പ്രകടനങ്ങൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുകയാണ്. അദ്ദേഹം ആദ്യമായിട്ട് കോപ്പ കളിക്കുന്നത് 2007 6 മത്സരങ്ങൾ ആ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹം കളിച്ചു. 2 ഗോളുകളും 1 അസിസ്റ്റുമാണ് ആ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത്. 2011 കോപ്പ 4 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു, 1 ഗോളുമില്ല, 3 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തം പേരിലാക്കി. 2015 കോപ്പ അമേരിക്ക 6 മത്സരങ്ങൾ 1 ഗോളും 3 അസിസ്റ്റുമായിരുന്നു അദ്ദേഹം നേടിയത്. 2016 കോപ്പ അമേരിക്ക സെന്റനാരിയോ ഇതേ US-ലാണെന്ന് നടന്നത്. 5 മത്സരങ്ങൾ മെസ്സിയുടെ വക 5 ഗോളുകളും 4 അസിസ്റ്റുകളും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരിക്കൽ കൂടി അർജന്റീന വീണുപോയി. 2019 കോപ്പ അമേരിക്ക, ബ്രസീലിൽ നടന്ന കോപ്പ അമേരിക്ക 6 മത്സരങ്ങൾ 1 ഗോളും 1 അസിസ്റ്റും മാത്രമായിരുന്നു മെസ്സിയുടെ വക. പക്ഷേ ടീം റീബിൽഡ് ചെയ്തു വരുന്നു. സെമി ഫൈനൽ വരെ അർജന്റീന കളിച്ചു, 3ാം സ്ഥാനവും കൊണ്ട് മടങ്ങി. കോപ്പ അമേരിക്ക 2021 ലിയോ മെസ്സിയും അർജന്റീനയും 10-30 വർഷക്കാലത്തോളം കൃത്യമായി പറഞ്ഞ 28 വർഷക്കാലത്തോളമുള്ള ആ ഒരു കിരീടത്തിൻ്റെ ഡ്രൗട്ട് അങ്ങ് തീർത്തു. 32 എന്ന് പറഞ്ഞത് അവരുടെ വേൾഡ് കപ്പിൻ്റെ വർഷമാണ്, അതങ്ങ് ഇടയിൽ വന്നു പോയതേ ഉള്ളൂ. പക്ഷേ കിരീട ഡ്രൗട്ട് 28 വർഷത്തിൻ്റെതായിരുന്നു, അതങ്ങ് തീർത്തു 2021. മാറക്കാനയിൽ വെച്ച് ആ കിരീടം ഉയർത്തി മെസ്സി. ആ ടൂർണമെൻറ്റിൽ നായകൻ മെസ്സിയുടെ വക 7 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 5 അസിസ്റ്റുകളും 9 ഗോൾ കോൺട്രിബ്യൂഷൻസ്. മെസ്സി പൊളിച്ചടുക്കിയ കോപ്പയാണ് കഴിഞ്ഞു പോയത്. വീണ്ടും ഒരു കോപ്പ വരുമ്പോൾ ആകെ മെസ്സി കോപ്പ അമേരിക്കയിൽ 34 മത്സരങ്ങൾ കളിച്ച് 13 ഗോളുകളും 17 അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിലാക്കിയിട്ടുള്ളത്. 30 ഗോൾ കോൺട്രിബ്യൂഷൻസ് 34 കളികളിൽ നിന്ന്. ഈ കോപ്പയിലും മെസ്സി മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. അർജന്റീനയുടെ ആദ്യ മത്സരം കോപ്പ അമേരിക്കയിൽ ജൂൺ 20 ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ ജൂൺ 21 പുലർച്ചെ 5:30 അർജന്റീന കാനഡയ്ക്കെതിരെ കളിക്കുന്നതോടുകൂടി ഇത്തവണത്തെ കോപ്പ അമേരിക്കക്ക് തുടക്കമാവും. ഒരിക്കൽ കൂടി മെസ്സി മാജിക് പ്രതീക്ഷിച്ച ആരാധകർ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.